എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടുന്ന് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിലാണ്. മൂന്നാർ വന്നാൽ ഈ വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് മനോഹരമായൊരു യാത്ര ചെയ്യാൻ പറ്റിയൊരു ഫെസിലിറ്റിയാണ് നമ്മുടെ KSRTC ഒരുക്കുന്ന ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്നത്. അതെങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമുക്കിന്ന് പോകാനുള്ള ബസ് എന്ന് പറയുന്നത്. നമ്മൾ കോഴിക്കോട് യാത്ര ചെയ്ത ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. അതിൻ്റെ മുകളിൽ ഓപ്പൺ ആയിരുന്നു, പക്ഷേ ഇത് ഓപ്പൺ അല്ല, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഭംഗിയുണ്ട്, നമ്മൾ കൊയരം കുറച്ചുകൂടി കൂടുതലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കോഴിക്കോട് ഇങ്ങനെ ക്ലോസ്ഡ് ആക്കി കഴിഞ്ഞാൽ ബസ് കൊണ്ടുപോകാൻ സാധിക്കില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഇവിടെ മൂന്നാറിൽ ഇത് ഗ്യാപ്പ് റോഡ് വഴിയാണ് ഈ ബസ് ഓടുന്നുള്ളൂ, മറ്റു വേറെ സ്ഥലങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. ഗ്യാപ്പ് റോഡ് വഴിയുള്ള ചെറിയ ചെറിയ കുറേ സ്ഥലങ്ങൾ കണ്ട് 2 മണിക്കൂർ നമുക്ക് യാത്ര ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് താഴെയാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ 100 രൂപയാണ് ചാർജ് വരുന്നത്. അതേപോലെ നിങ്ങൾ മുകളിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം സീറ്റൊക്കെ പെട്ടെന്ന് ഫില്ലാവുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്നത് കൊണ്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാനായിട്ട് KSRTC സ്വിഫ്റ്റ് എന്ന് പറയുന്ന സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ബുക്ക് ചെയ്യാൻ പറ്റും. നല്ല സൗകര്യത്തോടു കൂടി നല്ല ഭംഗിയിൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് 9 മണിക്ക് തന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. മൊത്തം 3 ട്രിപ്പുകളാണ് നിലവിലുള്ളത്. രാവിലെ 9 മണിക്കും, പിന്നെ ഉച്ചയ്ക്ക് 12:30ക്കും, വൈകുന്നേരം 4 മണിക്കും. ഇങ്ങനെയാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ രാവിലെ 6 മണിക്ക് സ്പെഷ്യൽ ട്രിപ്പും ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ നോക്കി ബുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കോടയും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് കുറച്ചുകൂടി ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം മൂന്നാറിൽ ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തും നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യും. നിങ്ങൾ 6 മണിയുടേത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിയുടേതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ചിട്ട് ഗ്യാപ്പ് റോഡ്, അതായത് ആനയിറങ്ങൽ റൂട്ടില്ലേ, ആ റൂട്ട് വഴി പെരിയ കനാൽ വാട്ടർഫോള്, സിഗ്നൽ പോയിന്റ്, പിന്നെ ലോഹാർട്ട് വ്യൂ, പിന്നെ റോക്ക് കേവ്, ഓറഞ്ച് ഫാം വ്യൂ, ടീ എസ്റ്റേറ്റ്, ഇത് വഴിയൊക്കെ ചുറ്റിയാണ് തിരിച്ച് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ വരുന്നത്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പെരിയ കനാൽ വാട്ടർഫോള് കാണാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിഗ്നൽ പോയിന്റ് പോകും. അങ്ങനെ ഇതൊക്കെ ചെറിയ ചെറിയ സ്പോട്ടുകളാണ്, നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു 360 വ്യൂവിൽ നമുക്കൊരു ഡബിൾ ഡെക്കർ ബസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ മൂന്നാറിലെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് KSRTC തന്നെ ഓരോ 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പോയാലാണ് കുറച്ചുകൂടിയും വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ കിട്ടുക. ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മൂന്നാറിലെ മനോഹരമായിട്ടുള്ള ഈ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു ഡബിൾ ഡെക്കറിൽ 360 വ്യൂവിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട്. മൂന്നാറാണെങ്കിലും ചൂടിന് ഒരു കുറവൊന്നുമില്ല. അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഒന്നുകിൽ 6 മണിയുടെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരത്തായിരിക്കും ബെസ്റ്റ്. പക്ഷേ ഈ വെയിലത്തും നമ്മൾ ഇവിടുന്ന് കാണുന്ന വ്യൂ ഒക്കെ നിങ്ങൾ ഒന്ന് നോക്കി നോക്ക്, എത്ര മനോഹരമാണെന്ന്. അപ്പോൾ ഈ ബസ്സിൻ്റെ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്ന വിഷ്വൽസ് ആണിത്. എന്ത് ഭംഗിയാണെന്ന് കണ്ടില്ലേ? ഞാനിവിടെ കാണുന്ന ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ എടുത്തു തരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. എയർ ഹോസ്റ്റേഴ്സ് പോലെ ബസ് ഹോസ്റ്റേഴ്സിനൊക്കെ വെച്ചിട്ട് പ്രീമിയം ബസ്സുകൾ KSRTC 2 വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത കണ്ടിരുന്നു.
അപ്പോൾ നമ്മുടെ KSRTCയും അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് മൂന്നാറിൽ ഈ വെക്കേഷൻ ടൈമിൽ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഫാമിലീനെയും ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടി വന്നിട്ട് മനോഹരമായിട്ടുള്ള ഈ റൈഡ് ചെയ്താൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും നമ്മുടെ കണ്ടക്ടർ എവിടെയാണ് എത്തിയത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളത് അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിൽ പാട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്. അങ്ങനെ എല്ലാ തരത്തിലും നല്ല രസത്തിൽ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് നമ്മുടെ KSRTC ഇവിടെ മൂന്നാറിൽ നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ KSRTCയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മൂന്നാറിൽ ഡബിൾ ഡെക്കർ ബസ് കുറച്ചു കാലമായി ഓടുന്നുണ്ട്. എന്നാലും നമ്മുടെ കോഴിക്കോട് ഇപ്പോൾ ഡബിൾ ഡെക്കർ വന്നു, തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും അത് ഓപ്പൺ ബസ്സുകളാണ്. എന്നാലും ഡബിൾ ഡെക്കർ ബസ്സുകൾ യാത്രക്കാർക്ക് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് KSRTC കൊണ്ടുവരുന്നുണ്ട്. പിന്നെ KSRTCയുടെ തന്നെ പുതിയ കുറേ ബസ്സുകൾ വരുന്നുണ്ട്. ഇന്റർ സ്റ്റേറ്റ് റൂട്ടിലോടുന്ന കുറേ ബസ്സുകൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പറയുന്നത് കേട്ടു നമ്മുടെ വന്ദേ ഭാരത് ഇല്ലേ, അതിനെ പോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ മൂന്നാറിലെ ഓറഞ്ച് തോട്ടമാണ്. ദൂരെയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൽ മാത്രമേ ഇപ്പോൾ ഓറഞ്ച് നിലവിലുള്ളൂ. മറ്റ് മരങ്ങളിലൊന്നും ഓറഞ്ച് കാണാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഓറഞ്ച് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത്. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ടിങ്ങനെ പറിച്ച് തിന്നാൻ തോന്നുന്നു കാണുന്ന സമയത്ത്. പഴുത്ത് കിടക്കുന്നുണ്ട് അതിൽ. മൂന്നാറിലെ ഈ ഒരു മനോഹരമായിട്ടുള്ള ചായത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിലൂടെയുള്ള മനോഹരമായിട്ടുള്ള ഗ്യാപ്പ് റോഡും ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഈ ഫ്രണ്ടിലായിട്ട് കാണുന്നത് ആനയിറങ്ങൽ ഡാമാണ്. മൂന്നാറിൽ വന്നവർക്ക്, അതായത് ഗ്യാപ്പ് റോഡിലൂടെ ഒരിക്കലെങ്കിൽ യാത്ര ചെയ്തവർക്ക് ഈ ഒരു ഡാം എന്തായാലും അറിയണ്ടാവും. കാരണം ഈ ഗ്യാപ്പ് റോഡിൽ ഏറ്റവും മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ആ ഒരു ഭംഗി കിട്ടാത്തത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു റൂട്ട് കാണാൻ പറ്റുമായിരുന്നു. ശരിക്കും നമുക്കത് ആ കാറ് പോകുന്ന റൂട്ടിൽ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ബസ്സിൽ വന്നതുകൊണ്ട് നമുക്ക് സാധിക്കില്ല. ഇനി ബൈക്കൊക്കെ എടുത്ത് വരുവാണെങ്കിൽ ആ ഡാമിൻ്റെ അടുത്ത് വരെ നമുക്ക് പോകാൻ പറ്റും. ഇനി ഇവിടുന്ന് നമ്മളെ ബസ് വീണ്ടും വളയ്ക്കാനാണ് നേരത്തെ പോയത്. അവിടുന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ വീണ്ടും വേറെ റൂട്ട് കയറിയിട്ടാണ് സ്റ്റാൻഡിലോട്ട് പോവുക.
അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മളെ നാട്ടിൽ അതായത് കോഴിക്കോടൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ട് വരാൻ പറ്റിയ സ്ഥലങ്ങളിൽ ഒന്നാണ് മൂന്നാർ എന്ന് പറയുന്നത്. ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ് ബെറ്റർ. നമ്മൾ നേരത്തെ കണ്ട ഡാമിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് മൂന്നാറിൽ വന്ന് 2-3 ദിവസമൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവനായിട്ട് കണ്ട് ഒന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഈ ഒരു ട്രിപ്പ് കൂടെ ഒന്ന് എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഒരു 3 മണിക്കൂർ നമുക്ക് ഇതിന് സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു 360 വ്യൂ, നേരത്തെ കണ്ടില്ല ബസ്സിൻ്റെ ഫുള്ള് ചില്ലുകളാണ്. അപ്പം അതിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഭംഗി. എന്ത് രസമാണല്ലേ പുറത്തുള്ള ഈ കാഴ്ചകളൊക്കെ. ചായത്തോട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പച്ച മരങ്ങൾ, ഇത്ര ഭംഗി നമുക്ക് ഇവിടെ കിട്ടും. നമ്മുടെ കേരളം പോലെ ഇത്ര മനോഹരമായ സ്ഥലം വേറെ എവിടെ ഉണ്ടോ എന്ന് സംശയമാണ്. നമുക്ക് കുന്നുകളുണ്ട്, അതുപോലെ കടൽ തീരമുണ്ട്. നമ്മുടെ കേരളത്തിൽ ശരിക്കും എന്താ ഇല്ലാത്തത്? നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ ഈ ഒരു പച്ചപ്പും ഭംഗിയും ഇതൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണണം. നമ്മളെപ്പോഴും വയനാട്ടിലൊക്കെ പോകുന്നവർ ഒന്ന് മാറ്റി പിടിച്ചിട്ട് മൂന്നാറിലോട്ട് വരിക, അല്ലെങ്കിൽ ഇടുക്കിയിലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതേപോലെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ ഇപ്പോൾ KSRTCയുടെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. ഇനി നമ്മൾ വണ്ടി എടുത്ത് മൂന്നാർ സ്റ്റാൻഡിൽ വെച്ച് നമുക്ക് സൗകര്യത്തോടു കൂടി 3 മണിക്കൂർ ഈ ഒരു ബസ്സിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും. ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ ബസ്സിൽ താഴെ 200 മുകളിൽ 400 രൂപയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 100-200 എന്നാണ് പറഞ്ഞത്. അത് പെട്ടെന്ന് ഞാൻ കോഴിക്കോട് നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ റേറ്റ് അറിയാണ്ട് പറഞ്ഞു പോയതാണ്. അപ്പം താഴെ വരുന്നത് 200 രൂപയാണ്, മുകളിൽ 400 രൂപയാണ്. നിങ്ങൾക്ക് KSRTCയുടെ സൈറ്റ് വഴി ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ടും ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബസ്സിൽ കയറി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് എത്താറായി. ഇന്നത്തെ മൂന്നാറിലെ ഈ ഒരു KSRTC ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ചെറിയൊരു യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ പറയാൻ മറക്കരുത്. ഞാനിതാ നമ്മൾ തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിൽ വരുമ്പം ഇനി ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.